ഹലോ. അപ്പോൾ ഫാറ്റി ലിവറായിട്ട് അല്ലെങ്കിൽ അടിവേർ തൂങ്ങി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വണ്ണം വെച്ചിരിക്കുകയാണ്. അപ്പം ഒട്ടും ഫുഡ് കുറച്ചിട്ടൊന്നും കുറയുന്നില്ല. ഡയറ്റ് ഭയങ്കരമായിട്ട് എടുക്കുന്നു, പക്ഷേ നമ്മുടെ ബോഡിയിലുള്ള കൊഴുപ്പ് കുറയാതെ നമുക്ക് വണ്ണം കുറയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്നോടൊപ്പം ഈ ഒരു എക്സസൈസ് ചെയ്യുക. അപ്പോൾ എനിക്ക് കുറച്ച് വയറ് അധികം ഉണ്ടായിരുന്നു. ഞാൻ ഡെയിലി എക്സസൈസ് കൊണ്ട് എൻ്റെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറി വരികയാണ്. അപ്പോൾ അത് നിങ്ങളും ചെയ്തോളൂ. സിമ്പിളാണ്, വളരെ സിമ്പിൾ. തുടക്കക്കാരാണെങ്കിൽ കൂടി വളരെ സിമ്പിളാണ്. ഇതുപോലെ നമ്മൾ ജമ്പിങ് ചെയ്യുകയാണ് വേണ്ടത്. ഈ ജമ്പിങ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ കൈ വെറുതെ താഴേക്കിട്ട് അങ്ങനെ ചെയ്യണ്ട. നമുക്ക് കൈ അപ്പോൾ എന്തൊക്കെ കൈ കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ, പൊക്കുകയോ താത്തുകയോ കറക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ചെയ്യുക. അപ്പോൾ എത്ര നേരം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന അത്രയും നേരം എടുക്കുക. എൻ്റെ ഫോൺ നോക്കി തുറന്ന് വെച്ചുകൊണ്ട് ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് എവിടെയെങ്കിലും ചാരി വെച്ചുകൊണ്ട് അതുപോലെ നോക്കി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് 10 സെക്കൻഡ് ഇതുപോലെ ഒന്ന് റിലാക്സ് ചെയ്യുക. അപ്പം ആ ഒരു നമ്മൾ എടുക്കുമ്പോഴുള്ള ആ ഒരു ശ്വാസ തടസ്സമൊക്കെ ഒന്ന് മാറിക്കിട്ടും. അതിനുശേഷം നമുക്ക് വീണ്ടും തുടങ്ങാവുന്നതാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, കുറച്ച് നേരം നമ്മളൊന്ന് റിലാക്സ് ചെയ്യണം ഏതൊരു എക്സസൈസ് വ്യായാമം ചെയ്യുമ്പോൾ. അതിനുശേഷം വീണ്ടും ഇങ്ങനെ നമുക്ക് വീണ്ടും വളരെ സിമ്പിളാണ്. എത്രയേ വേഗത്തിൽ നമുക്ക് വയറ് കുറയ്ക്കാനും അതുപോലെ നമ്മുടെ ബോഡിയിലുള്ള കൊഴുപ്പ് കുറഞ്ഞ് ഫാറ്റി ലിവറൊക്കെ മാറ്റാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെറുതെ ഒന്ന് തുള്ളിക്കളിക്കുകയാണ്. പണ്ട് കുഞ്ഞിലേ നമ്മൾ തുള്ളിക്കളിച്ചതുപോലെ അത് ഭയങ്കര എഫക്റ്റീവാണ്. അത് നിങ്ങളൊന്ന് നിങ്ങളുടെ വയറൊന്ന് അളന്ന് ആ ഒരു വണ്ണമൊക്കെ ഒന്ന് അളന്ന് വെച്ചിട്ട് നിങ്ങൾ തുടങ്ങണം. ഒരാഴ്ച 1 വീക്കാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നത്. പെട്ടെന്നാണ് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയാൻ സാധിക്കുക. അപ്പോൾ ഇതേ രീതിയിൽ ചെയ്യുക. എല്ലാ ദിവസവും ഇത് ചെയ്യണം. പല രീതിയിലുള്ള വ്യായാമ മുറകളുണ്ട്. തുടക്കക്കാർ ഇത് പതുക്കെ ചെയ്തു തുടങ്ങും. വീണ്ടും നമ്മൾ ഒരു 10 സെക്കൻഡ് ഒന്ന് റിലാക്സ് ചെയ്യുക. അതിന് ശേഷമാണ് ചെയ്യേണ്ടത്.